ശുക്രന്റെ ക്ഷയവുമായി ബ്രഹ്മചര്യത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? പലരും ശുക്രനെ ധരിക്കുന്നത് ബ്രഹ്മചര്യമായി കണക്കാക്കുന്നു. അവർ ഓർക്കണം, ബ്രഹ്മചാര്യ ഇതിന് എന്ന വാക്കുമായി യാതൊരു ബന്ധവുമില്ല. ശുക്രൻ അർത്ഥത്തിലോ വികാരത്തിലോ അല്ല. ശരീരത്തിലെ ഒരു ഗ്രന്ഥിയിലും രോഗമില്ലെങ്കിൽ, അല്ലെങ്കിൽ മരുന്ന് ഇല്ലെങ്കിൽ, അത്തരം ബ്രഹ്മചര്യം പിന്തുടരാൻ കഴിയില്ല. അല്ലെങ്കിൽ പ്രത്യേക നടപടിക്രമങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ ശരീരം വൈകല്യം പ്രാപിക്കുന്നില്ല. ഒരാൾ ജീവിതം നയിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? ബ്രഹ്മചര്യം എന്നതിൻ്റെ സ്വാഭാവിക അർത്ഥം ബ്രഹ്മത്തിൽ അലഞ്ഞുതിരിയുക എന്നതാണെന്നത് തികച്ചും ശരിയാണ്. എല്ലാത്തിലും ബ്രഹ്മത്തെ കാണുന്നു. അപ്പോഴും മനുഷ്യജീവിതത്തിൽ സംയമനം വളരെ പ്രധാനമാണ്. എന്നാൽ സംയമനം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകൃതി മതത്തിന് എതിരാണ്. സംയമനം എന്നാൽ സ്വാഭാവിക മതം ശരിയായി പിന്തുടരുക. ചില പ്രത്യേക പ്രതിവിധിയിലൂടെ ബീജത്തിന്റെ നഷ്ടം പൂർണ്ണമായും നിർത്തുക. അല്ലെങ്കിൽ ഉപവാസത്തിലൂടെ ശുക്രന്റെ ആധിക്യം തടയുന്നത്. ലൗകിക ബ്രഹ്മചര്യം എന്ന് പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യം അല്ല. വിവാഹിതരായിട്ടില്ലാത്ത ആളുകൾക്ക് ഇത്തരം ലൗകിക ബ്രഹ്മചര്യത്തിന് ചില പ്രാധാന്യമുണ്ട്. ഇക്കാരണത്താൽ അവരിൽ ലൈംഗികാസക്തി ഉണ്ടാകാൻ സാധ്യതയില്ല. അവിവാഹിതർ പരിശ്രമിക്കണം, ശുക്രന്റെ ആധിക്യം ഉണ്ടാകരുത്. കൂടാതെ ശുക്രൻ അധികം ക്ഷയിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഈ രണ്ട് ജീവിതങ്ങൾക്കും സംയമനം ആവശ്യമാണ്, പ്രധാനമാണ്. എന്നാൽ നമ്മൾ ഇത് എപ്പോഴും ഓർക്കണം. സംയമനം എന്നത് സമതുലിതമായ മാനസികാവസ്ഥയുടെ പേരാണ്. അത് ബലപ്രയോഗത്തിലൂടെ പിന്തുടരാനാവില്ല. വിവിധ മാർഗങ്ങളിലൂടെ ശുക്രന്റെ ക്ഷയം തടയാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ ശരീരത്തിലും മനസ്സിലും പ്രതികൂല സ്വാധീനം ചെലുത്തുന്നു. ശരീരം പൂർണ്ണമായും വരണ്ടതും കഠിനവുമാണ്. 3000 അതിൽ തിളക്കമില്ല. കാമറിപ്പുവിനെ ബലമായി തടയാൻ ശ്രമിച്ചതിന് ബാക്കിയുള്ള റിപു, പ്രത്യേകിച്ച് കോപാകുലനായ റിപു, വളരെ രോഷാകുലനാകുന്നു.